അങ്ങനെ ഞാനും മനക്കൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. നിരന്തരമുള്ള ഉപദ്രവമായിരുന്നു. ആ ഉപദ്രവത്തിലാണ് എൻ്റെ മോൾ ഇന്ന് ഈ അവസ്ഥയിൽ വന്നെത്തുന്നത്. സംസാരിക്കൂലായിരുന്നു. 2.5 മാസം വെന്റിലേറ്ററിൽ, 13 മാസം ഹോമോസ്റ്റേജ്. ഈ രീതിയിൽ നിന്നാണ് ഇപ്പൊ 10 മാസം കൊണ്ട് എൻ്റെ ഈ മോള് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. ഇന്നും നടക്കൂല. ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് നിരന്തരം കൊച്ചിന്റെ മുടി പിടിച്ച് വലിപ്പും, ക്ലോസറ്റില് തലയുടെ ബാക്ക് സൈഡ് വെച്ച് ഇടിക്കുകയും, അടിവയറിൽ ചവിട്ടുകയും, ചെവിയുടെ ചേർന്ന് കണ്ണിന്റെ ഭാഗത്തുള്ള സ്ഥലത്ത് ചെവിക്കല്ലയിൽ അടിക്കുകയും, ഇതൊക്കെ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രൂരമായിട്ട് കൊന്നതിന്റെ അവർ 4 പേരും ഒരുപോലെയാണ്. അഷ്കറിന്റെ ഉമ്മ, അഷ്കറിന്റെ സഹോദരി, ആ കുട്ടിയുടെ അമ്മ. അവളെ അമ്മയെന്ന് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീയാണ് അവള്. അവർ 4 പൊടിപാലോന ചെയ്തപ്പോഴ് ഇനി ഇങ്ങനെയുള്ള ഈ വ്യക്തിയെയും എന്റെ ഉമ്മയെയും സഹോദരിയെയും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഒരു പെൺകുട്ടിക്കും ഒരു കുഞ്ഞുമോനും ഇങ്ങനെ ഒരു മരണം സംഭവിക്കാനും പാടില്ല. അവന്റെ സ്ഥലത്ത് നിന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ വരും വലിയൊരു പ്രാടാണ്. ഇവന്റെ ഉമ്മ, ഇവന്റെ സഹോദരി, ഇവൻ അങ്ങനെ ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. മോള് പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പഠിച്ചുകൊണ്ട് നിന്നപ്പോഴ് അവന്റെ ഒരു സ്വന്തക്കാരി ഒരു പെണ്ണുണ്ട്. ഇവളുടെ പേര് തന്നെയാണ് അവക്കും. അപ്പൊ അവര് ബസ്സിൽ കയറുമ്പോൾ അവര് ഒരുമിച്ച് അടുത്തടുത്താണ് പഠിക്കുന്നത്, ഇക്ബാൽ കോളേജിൽ. അപ്പോൾ ഇവളാണ് ഇവരെ കൂട്ടിമുട്ടിച്ചു കൊടുത്തത്. അങ്ങനെ അവർ വിവാഹമായിട്ട് ഇവിടെ വന്ന് നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിപ്പോഴൊന്നും എൻ്റെ മോളെ കെട്ടിച്ചു വിടുന്നില്ല, ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുമില്ല. അപ്പോൾ 18 വയസ്സ് തികയുന്നേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ് നമ്മൾ 10-22 വയസ്സ് കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് കെട്ടിച്ചു വിടുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, അതല്ല നമുക്ക് പിന്നെ താല്പര്യമുണ്ട്, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ, ഇപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞ് ഇവർ പോയി. പോയതിന് ശേഷം പിന്നെ ഇവർ വന്നു പല തവണ വന്ന്. പിന്നെ ഇവർ തങ്ങളിൽ അവനുമായിട്ട് വളരെ അങ്ങ് അടുപ്പമായി, ഫോണിൽ വിളിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി ഒക്കെ വന്നു. അവൻ പിന്നെ മോള് ചാടിപ്പോവും, അവൻ്റെ കൂടെ പോകും എന്നുള്ളൊരു കണ്ടീഷനായി. അങ്ങനെ ശരി, നമ്മൾ എന്നാൽ അങ്ങനെ നോക്കി അവനെ ചെന്ന് അവിടെ വീട്ടിൽ ചെന്ന് അവൻ്റെ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ വരും വലിയൊരു പ്രാടാണ്. ഇവൻ്റെ ഉമ്മ, ഇവൻ്റെ സഹോദരി, അങ്ങനെ ഒരു കുടുംബമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മോളെ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് വിവാഹം വേണ്ട, എൻ്റെ മോള് ആ സമയമാകുമ്പോൾ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ച് തരാം എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ മോള് അതിൽ ഇതായിരുന്നു, മോക്ക് അവനെ വേണം. കാരണം ഇവർ മാനസികമായിട്ട് തന്നെ ഈ തള്ളയും മോനും കൂടി ചെന്ന് കോളേജിൽ ചെന്ന് ഇവളെ കാണുകയും ഇവക്ക് പിന്നെ ഐസ്ക്രീം മേടിച്ച് കൊടുക്കുകയും അത് ചെയ്യുകയും, അങ്ങനെ അതിൽ എന്തൊക്കെയോ ചെയ്തു, മായമായിട്ട് ചെയ്ത് നമ്മളുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്ത രീതിയിലാക്കി. പിന്നെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഫോൺ ചെയ്ത് അവരുടെ അടുത്ത് പറഞ്ഞ്, ഞങ്ങൾ വരികയാണ്, നീ അവിടെ റെഡിയായിട്ട് നിന്നു എന്ന് പറഞ്ഞ് അവരോട് വന്ന് അവനും അവൻ്റെ ഉമ്മയും കൂടെ വന്ന് ഇവിടെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ അവിടെ വെച്ച് തന്നെ അവർ കല്യാണമായിട്ടുള്ള ഒരു ഫംഗ്ഷനായിട്ട് പരിപാടി നടത്താമെന്ന് വിചാരിച്ച് അവർ കാര്യങ്ങൾ അങ്ങോട്ട് പിന്നെ ആൾക്കാരൊക്കെ വിളിച്ച് കൂട്ടി ആൾക്കാരടുത്ത് പറഞ്ഞ്, ഞങ്ങളുടെ അനാഥ കുട്ടിയെ എൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കുകയാണ് എന്നും പറഞ്ഞ് ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി. അങ്ങനെ അവിടെ അന്ന് കല്യാണം നടത്തി. കല്യാണമല്ല, ഇത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്തി. അന്ന് അവിടെ അടിയും പ്രശ്നവും ബഹളമായി. എൻ്റെ മോള് പോലീസിനെ വിളിച്ച്, പോലീസുകാർ വന്ന് അവിടെ സോൾവ് ചെയ്ത് പ്രശ്നങ്ങളെല്ലാം ക്ലിയറായി. അങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് അവർ ഔട്ടായി പോയതിന് ശേഷം ഞങ്ങള് ഞങ്ങൾക്ക് സന്തോഷം. അങ്ങനെ ഇരിക്കവേ ആളിവൻ മറന്നുപോയി. അതിനുശേഷം ഇവര് പണം ചോദിച്ചു അടിയും എൻ്റെ മോളെ മർദ്ദനം ഏൽപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ മോക്ക് ഉപദ്രവങ്ങൾ അങ്ങോട്ട് തുടങ്ങി. ഉമ്മായും മോളും ഇവനും കൂടി ദിവസവും കുട്ടിയെ മർദ്ദനമായി. പിന്നെ നീ ചെന്ന് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറയും, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സഹോദരനെ ഞാൻ ആദ്യം വണ്ടി കയറ്റി ഇറക്കിക്കൊണ്ടും
രണ്ടാമത് നിന്റെ ഉമ്മായെ ഞാൻ വണ്ടി കയറ്റി ഇറക്കി കൊല്ലും, മൂന്നാമത് നിന്റെ വാപ്പായെ ഞാൻ കൊല്ലും, അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി പിന്നെ ദിവസവും വർത്തനം തുടങ്ങി. എവള് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുമില്ല, ഇവിടെ വരാറുമില്ല എന്നോട്. അങ്ങനെ ഒരു ദിവസം എന്നെ നമ്മളെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് അമ്മ എനിക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ അവർ നമ്മളെ അങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ നമ്മളൊരു പൈസ ഇവിടെ ഇരിക്കുന്നു, അത്യാവശ്യത്തിനുള്ള 10,000 500 വേണമെങ്കിൽ നമുക്ക് തരാം, അല്ല 25,000 50,000 ഒരു ലക്ഷമൊക്കെ നമ്മളെല്ലാം ഇല്ല അങ്ങോട്ട് തരാനോ ഒന്നിനും എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് എൻ്റെ മോളങ്ങ് പോയ ഈ അവനും കൂടെ തന്നെയാണ് വന്നത്. അവൻ മേളിൽ നിന്ന് എൻ്റെ മോളിറങ്ങി വന്നിട്ട് എന്നിട്ട് തിരിച്ച് അവർ കയറിപ്പോയി അങ്ങ് ചെന്നതിന് ശേഷം എൻ്റെ മോളെ വെളുക്കുന്നത് വരെ തള്ളയും മോനും അവനും കൂടി മർദ്ദിച്ച്. മർദ്ദി എന്ന് പറഞ്ഞാൽ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമായിരുന്നു ഇത്രയും നാളെ നടന്നുകൊണ്ടിരുന്നത്. 2023 വരെ അതിക്രൂരമായ മർദ്ദനമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെരുന്നാളിന്റെ ഈ 2004 പെരുന്നാൾ തന്നെ 2024 ബാക്കി എന്റെ ഭാര്യ പറഞ്ഞു തരും. നാട്ടിലെ അന്വേഷിച്ചപ്പോൾ അഷ്കറിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായമില്ല, അവരെ കുടുംബത്തെ കുറിച്ചും. അവരെ നാട്ടിൽ ചെന്ന് ഇവിടെ കല്യാണത്തിന് മുമ്പേ നമ്മൾ തിരക്കിയപ്പം പറഞ്ഞ് നിങ്ങൾക്ക് മക്കള് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ആറ്റിൽ പിടിച്ച് തള്ളിക്കൊടുക്ക്. അത്രയ്ക്ക് മോശമായതുകൊണ്ടാണല്ലോ നാട്ടുകാർ അങ്ങനെ പറയുന്നത്. വീണ്ടും നമ്മൾ തിരക്കുമ്പോഴെല്ലാം ഇവരെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. മോളോട് നമ്മൾ വന്ന് പറയും നമുക്ക് വേണ്ടെന്ന്. അതിനകം വെച്ച് ഇവര് ഈ ഫോൺ വിളിച്ച് ഫോണിൽ അടുത്തുപോയി. പിന്നെ ഇവനെ തന്നെ മതിയെന്നുള്ളതായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ എന്തരായാലും നമ്മളെ സ്വയാതിയാണല്ലോ കല്യാണം നടത്തി കൊടുക്കാൻ ഒരു മോളല്ലേ ഇറങ്ങിപ്പോയാലും നമുക്ക് നാണക്കേടാണല്ലോ ജാതിയാണെങ്കിലും. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ ആലോചിച്ചിട്ടും വീണ്ടും ഇവരെ കുറിച്ച് നല്ലൊരു അഭിപ്രായമില്ല. അങ്ങനെ വൃന്ദാവന ആഡിറ്റോറിയം ബുക്ക് ചെയ്ത് 5,000 രൂപ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് കല്യാണ ലെറ്റർ അടിച്ച്. അപ്പോഴും ഇവന്റെ പേരിൽ എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളെല്ലാം വെറും മോശമായിട്ടുള്ളതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ വിഷമമാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ കൂട്ടി. അന്നേരം ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയാണ്. അപ്പൊ ഞാൻ ഒരു മാസത്തേക്ക് ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് ഈ വീടൊക്കെ ഒത്തിരി വൃത്തിയാക്കണമല്ലോ. കല്യാണം വിളിക്കാൻ തുടങ്ങിയില്ല ഭാഗ്യത്തിന്. അപ്പോഴത്തേക്കും ഞാനിവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മേസ്തിരി ജോലിക്ക് ഈ മുൻവശത്ത് നിൽക്കുന്നു. ഈ ഒരു വഴിയുള്ള എൻ്റെ വീട്ടിൽ നിന്ന് റോഡിൽ കയറാൻ എല്ലാം 4 ചുറ്റും വേലിയും അതും ഇതുമൊക്കെ കിട്ടിയിരിക്കുന്നു. അപ്പൊ ഈ മോള് നമസ്കരിക്കുന്ന മോളാണ്. അപ്പൊ ഉച്ചയ്ക്ക് നമസ്കരിക്കാനെന്നും പറഞ്ഞ് ഇവളങ്ങ് പുറത്തിറങ്ങിയ മോളെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവര് വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി. ഏതിലെ ഈ കുട്ടി പോയെന്ന് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയ നാളെ മുതൽ കൊച്ചിന് പണത്തിന് വേണ്ടിയിട്ടും സ്വർണത്തിന് വേണ്ടിയിട്ടും ഈ വീടിന് വേണ്ടിയിട്ടും അവര് ഉപദ്രവമാണ് നിരന്തരം. ഒരാൾ മാത്രമല്ല, ഇവര് 3 പേരും കൂടെ ചേർന്ന്. ആ അഷ്കർ എന്ന് പറയുന്ന വ്യക്തിയും അവന്റെ ഉമ്മായും അവന്റെ സഹോദരിയും ഇവര് 3 പേരും നിരന്തരം ഈ കൊച്ചിനെ ഉപദ്രവമാണ്. കാരണം വിളിച്ചിറക്കിക്കൊണ്ട് പോയത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഇത്. എന്നിട്ടും വിളിച്ചിറക്കിക്കൊണ്ട് പോയെങ്കിലും നമ്മൾ 2 ആഴ്ച കഴിഞ്ഞപ്പം നമ്മളെ ജമാഅത്തിന്റെ ഇതിൽ നിൽക്കാൻ നടത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ വീട് പെരേടവും പണയം വെച്ച് 3 ലക്ഷം രൂപ പൂവണയെ ബാങ്കിൽ നിന്ന് എടുത്ത്. അങ്ങനെ ആ പൈസയിൽ 5 പവന്റെ ഉരുപ്പടി വാങ്ങിച്ചു വെച്ച്. പൈസ ചേർന്നു പോയാൽ പറ്റൂലല്ലോ എന്നും പറഞ്ഞു. എന്നിട്ട് ജുവലറിയിൽ വീണ്ടും 10 പവന്റെ ഉരുപ്പടിക്ക് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവന് 50,000 രൂപ കൊടുത്ത്. ഇതൊക്കെ ചെയ്തിട്ടും ഇവന് പണം സ്വർണം വേണം. കൊച്ചിനെ നിരന്തരമുള്ള ഉപദ്രവമായിരുന്നു. ആ ഉപദ്രവത്തിലാണ് എൻ്റെ മോൾ ഇന്ന് ഈ അവസ്ഥയിൽ വന്നെത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ 6 പ്രാവശ്യമാണ് കൊടുത്തത്. അന്ന് ഞങ്ങൾ കൊടുത്ത സമയത്ത് ഇവര് ഒരു പരാതിയെങ്കിലും സ്വീകരിച്ച് അതിന് നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ 1.5 വയസ്സായ ആ പൊന്നുമോന് ഈ ഒരു ദാരുണാന്ത്യം ഉണ്ടാവൂലായിരുന്നു. ആ മോൻ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ മോള് ഇത്രയും ഒരു അവശത വരൂലായിരുന്നു.
ഇവര് നിരന്തരം കൊച്ചിന്റെ മുടി പിടിച്ച് വലിപ്പും, ക്ലോസറ്റില് തലയുടെ ബാക്ക് സൈഡ് വെച്ച് ഇടിക്കുകയും, അടിവയറിൽ ചവിട്ടുകയും, ചെവിയുടെ ചേർന്ന് കണ്ണിന്റെ ഭാഗത്തുള്ള സ്ഥലത്ത് ചെവിക്കല്ലയിൽ അടിക്കുകയും, ഇതൊക്കെ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ മാത്രമല്ല, അവന്റെ ഉമ്മായും സഹോദരിയും എത്ര തത്തി കൊച്ചിനെ കൊല്ലാൻ ഒരുങ്ങിയെന്നറിയാമോ? എത്ര തത്തി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നറിയാമോ? എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് നിരന്തരമുള്ള ഉപദ്രവം. കായികമായും മാനസികമായും ശാരീരികമായും. മാനസിക രോഗമില്ലാത്ത ഒരു കുട്ടിക്ക് ഗുളിക വരെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വായിലിട്ട് കൊടുക്കുമായിരുന്നു. കൊച്ചിന് വിഷം വായിലൊഴിച്ചു കൊടുത്ത്. എന്നിട്ട് അതെല്ലാം നമ്മളെ പേരിലോട്ട് ചാർത്താൻ വേണ്ടിയാണ് ഇവ ഈ ഇങ്ങനെ കൊല്ലാകൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇനി ഇങ്ങനെയുള്ള ഈ വ്യക്തിയെയും എൻ്റെ ഉമ്മായെയും സഹോദരിയെയും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഒരു പെൺകുട്ടിക്കും ഒരു കുഞ്ഞുമോനും ഇങ്ങനെ ഒരു മരണം സംഭവിക്കാനും പാടില്ല. ഇതുപോലൊരു അവസ്ഥയും വരാൻ പാടില്ല. ആ സ്ത്രീ പറയുന്നുണ്ട് ഒരു ചാനലില്, ആ സ്ത്രീ അറിഞ്ഞില്ല എൻ്റെ മോളെ ഉപദ്രവിക്കുന്ന നാട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞത്. അത് വെറും ഒരു കളവല്ലേ അവര് പറയുന്നത്? അവര് 3 പേരും കൂടെ ചേർന്നല്ലേ ഇത്രയും കൊല്ലാകൊല എൻ്റെ ഈ മോളെ ചെയ്തത്? ഇത്രയും കൊല്ലാകൊല ചെയ്തത് ഈ മോളെ അവര് 3 പേരും കൂടെ ചേർന്ന്. അഷ്കർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. സുഖമായിട്ട് വേറെ വീടെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. പ്രത്യേകം തന്നെ താമസിക്കുന്നത്. പ്രത്യേകം താമസിച്ചാലും ഈ സ്ത്രീയുടെ കയ്യിലാണ് ഇതിന്റെ കടിഞ്ഞൂണ്. കാരണം ഈ സ്ത്രീ കൂടെ അവിടെ ചെല്ലും. കൊച്ചിന് സ്വസ്ഥത കൊടുക്കൂല. കൊച്ചിന് സത്യം പറയല്ല, ഭക്ഷണം പോലും ഈ മോക്ക് ശരിക്കും കിട്ടിയിട്ടില്ല. ഈ കുട്ടി ഒരു ദിവസം രാവിലെ വേവിച്ച് വെച്ചിരുന്ന ഭക്ഷണത്തിന് ആ സ്ത്രീ വന്ന് എടുത്തു കളഞ്ഞ്. ഇതൊരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഉളുപ്പില്ലേ ഈ നുണ പറയാനായിട്ട്? ഈ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ഈ മോളി കളവ് പറയുന്നത്. സത്യസന്ധമായ കാര്യമാണ് ഞങ്ങൾ ഈ പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്കൊരു കളവ് പറയേണ്ട. അതാണ്ട് എൻ്റെ മോൻ മരിച്ചിട്ട് ഇന്ന് 2 വർഷം തികയാണ്. ഞങ്ങൾ ഇതിൻ്റെയും അതിൻ്റെ മീറ്ററിലാണ് ഞങ്ങളെ ജീവിതം എന്ന് പോകുന്നത്. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ മോക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശാരീരികമായും മാനസികമായും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണ് ഞങ്ങൾ ഉമ്മായും പാപ്പായും. ഞങ്ങളെ ബുദ്ധിമുട്ടും ഞങ്ങളെ ശാരീരിക അസ്വസ്ഥതയെല്ലാം മാറ്റി വെച്ചിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്, ജീവിതം കൊണ്ടുപോകുന്നത്. അവളെ ഒന്ന് നിലനിർത്തുക. ഇന്ന് നമ്മൾ ജീവിച്ചില്ലെന്ന് വരട്ടെ, ഈ കൊച്ചിന്റെ കാര്യം നാളെ എന്തായി തീരും? ഉമ്മായും പാപ്പായും ഇല്ലെങ്കിൽ അതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നമുക്ക് വലിയ മനപ്രയാസമുണ്ട്. അഷ്കർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ചെയ്യും. കാരണം ഈ ആ മോന് 1.5 വയസ്സും ഈ മോക്ക് 18 വയസ്സും. ഈ 1.5 വയസ്സും 18 വയസ്സും 1.5 വയസ്സായ ആ പൊന്നുമോന് സംസാരിക്കാൻ പറ്റൂല. അവനെ ഉപദ്രവം ചെയ്യുന്നത് പറയാൻ പറ്റൂല. അവന് ആംഗ്യം കാണിക്കാൻ അവൻ അറിഞ്ഞുകൂടാ. അതാണ് ആ മോൻ. ഇതെന്ന് പറഞ്ഞ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാൻ പറ്റും. അത് ദൈവം തമ്പുരാൻ ഇത്രയും ദിവസം കാത്തിരുന്നതായിരിക്കും ഇവളെ നീതിക്ക് വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന കാരണം സംസാരിക്കൂലായിരുന്നു. 2.5 മാസം വെന്റിലേറ്ററിൽ, 13 മാസം ഹോമോസ്റ്റേജ്. ഈ രീതിയിൽ നിന്നാണ് ഇപ്പൊ 10 മാസം കൊണ്ട് എൻ്റെ ഈ മോള് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്. ഇന്നും നടക്കൂല. ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോളെ ഞങ്ങൾ എടുത്തിരുത്തുകയാണ് ചെയ്യുന്ന ഈ വീൽ ചെയറിൽ. ഇന്നും അവൾ നടക്കുന്നില്ല. അവളെ സ്വന്തം കാര്യമെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരുന്നു. എന്നാലല്ലേ നമുക്ക് സമാധാനമുള്ളൂ. നമുക്ക് എന്തെങ്കിലും വന്നുപോയ ഇന്ന് ഈ കുട്ടിയുടെ അവസ്ഥ എന്തായി തീരും? അവര് പറഞ്ഞു നമ്മളെ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയുന്നല്ലേ. 2024 ഞാൻ എൻ്റെ മോളെ തിരക്കി ഞാൻ അവിടെ ചെന്നപ്പോഴ് എൻ്റെ മോളെ ഞാൻ വിളിച്ചപ്പോഴും എൻ്റെ മോള് വിളി പോലും കേൾക്കാത്ത രീതിയിലുള്ള സംസാരത്തിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് മോളെ ഞാൻ വിളിച്ച് ഒരു 10 മിനിറ്റിനകം വെച്ചാണ് വന്ന് കഥ തുറന്നത്. അത്രയ്ക്ക് അവശയായി കിടക്കുകയായിരുന്നു അവള്. വന്ന് കഥ തുറന്നപ്പോ മൂക്കം പൊട്ടി ഇവിടെയെല്ലാം ബ്ലഡ് ഒലിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോളെ, അവനെന്തേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവൻ എന്നെ രാത്രി തൊട്ടടി തുടങ്ങി. രാവിലെ എൻ്റെ ഇവിടെയെല്ലാം ഇടിച്ചിട്ട് ഇവൻ ഇറങ്ങിപ്പോയി എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മോളെ കൊണ്ട്
ഇവിടെ പാലോട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മൂക്കിന് പൊട്ടലും ഇവിടെയും പ്രശ്നമുണ്ട്. നമ്മുടെ പറയും നേരെ മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കലിൽ കൊണ്ടുപോയപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തു. MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം സംഭവം ഇതിങ്ങനെ കൈയൊക്കെ ഇതായത്. അത്രയും ക്രൂരമായിട്ട് കയറി 3 പേര് കൂടി മർദ്ദിച്ചിരിക്കുകയാണ് കൊച്ചിനെ. അതെല്ലാം നിങ്ങൾ അവിടെ ചെന്നപ്പോഴും നിങ്ങൾ അവരുടെ അടുത്ത് മാത്രം ചോദിച്ചിട്ട് വന്നത്, നിങ്ങൾ ആ പനവൂര് അവിടെ ആൾക്കാരുടെ അടുത്ത് ഒക്കെ നിങ്ങൾ ആൾക്കാരോട് ചോദിക്കാത്ത എന്ത്? നാട്ടുകാരോട് ചോദിക്കാത്ത എന്ത്? നാട്ടുകാരാണ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ പല ദിവസം പറഞ്ഞ് നിങ്ങൾ കൊച്ചിനെ വേണ്ടേ, നിങ്ങൾ കൊച്ചിനെ പിടിച്ചോണ്ട് പോയി, കൊച്ചിനെ പിടിച്ചോണ്ട് പോയി. പക്ഷെ കൊച്ചൊന്ന് വിളിച്ചപ്പോ കൊച്ചൊന്നും വന്നില്ല. പലതവണ നമ്മൾ വിളിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടിയുടെ ആ വിഷമം എന്താണ്? പാപ്പായും പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ എടുത്തിയാടി പോയല്ലോ എന്നുള്ളൊരു വിഷമം അവളെ മനസ്സിൽ. അതാണ് അവൾ വരാത്തത്. അതുമല്ല, അവൻ വിടൂല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മർദ്ദനമെല്ലാം വീട്ടുകാരോടെ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓടിക്കൊണ്ട് പോയ ആട്ടോയിൽ നിന്ന് പിടിച്ചതല്ല, അതിന്റെ അടയാളം ഇപ്പോഴും കിടക്കുകയാണ്. മുട്ടിലുണ്ട് വിഷം കൊടുത്ത്. ഇത് കണ്ട, ഓട്ടോയിൽ നിന്ന് വീണതാണ്. വർഷം 2 തള്ളിയതാണ് ഓടിക്കൊണ്ടുവന്ന ആട്ടോയിൽ നിന്ന്. എന്നിട്ട് ചാടിയെന്നും പറഞ്ഞു. കൊല്ലാക്കൊല ചെയ്യക്കുമായിരുന്നു. പിന്നെ വിഷം കൊടുത്ത് ഈ മോളെ കൊല്ലാകൊല ചെയ്യക്കുമായിരുന്നു. ഇനി ഒരു പെൺകുട്ടികൾക്കും യവനിൽ നിന്നോ യവന്റെ ഉമ്മായിൽ നിന്നോ സഹോദരിയിൽ നിന്നോ ഒരു ഇതുപോലെ ഒരു പീഡനം ഉണ്ടാവാൻ പാടില്ല. അതിനുള്ള നടപടി എടുത്തേ പറ്റുള്ളൂ. ഇവര് ഈ പറയുന്നത് പച്ച കള്ളമാണ്. ദൈവത്തിന് പോലും നിരക്കൂല ഇവര് ഈ പറയുന്ന കള്ളം. അഷ്കർ വരൂല. ഞങ്ങൾ അഷ്കറുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഞാൻ പോകും എൻ്റെ മോളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോഴുള്ള എല്ലാ അവളെ അവസ്ഥകൾ കാണണമായിരുന്നു. ഈ സ്ത്രീ ഇങ്ങനെ ഒരു കളവ് പറയാൻ കൊള്ളാവോ? ഞാൻ ആ സ്ത്രീയോട് പറയുകയാണ്, നീ ഈ കള്ളത്തരം പറയുന്നതേ, പടച്ചവൻ ഇന്ന് സത്യസന്ധതയിൽ ഞങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ഈ മോളെ സത്യത്തിന് ഒരു അറുതി വരാൻ പോകുന്നത്. നീയും ഇതേപോലെ ആയിരിക്കും. നീയും നിന്റെ മോളും നിന്റെ മോനും നിയമത്തിന്റെ മുമ്പിൽ ഇവളെ 3 പേരെയും കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഈ പറയുന്നതെല്ലാം കളവാണ്. ഇത്രയും ക്രൂരമായിട്ട് കൊന്നതിന്റെ എല്ലാ അവർ 4 പേരും ഒരുപോലെയാണ്. അഷ്കറിന്റെ ഉമ്മ, അഷ്കറിന്റെ സഹോദരി, ആ കുട്ടിയുടെ അമ്മ. അവളെ അമ്മയെന്ന് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീയാണ് അവള്. അവര് 4 പേരും പാലോന ചെയ്തപ്പോഴ് അവര് 4 പേരും ഒരേ തുല്യരാണ്. ഈ ശിക്ഷയുടെ പിറകെ അവർ 4 പേരും അത് അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊള്ളു. അന്വേഷണം നടത്തുന്നുണ്ട് അവിടെ. നിങ്ങളിപ്പോ ഒന്ന് കേട്ടോളെ, നിങ്ങളൊരു ചാനലിൽ